അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ആവേശകരമായ ഫുട്ബോൾ മത്സരം നടക്കുന്ന മൈതാനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പതിനായിരക്കണക്കിന് കാണികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി പന്തുമായി ഇതാ കുതിക്കുന്നു. അങ്ങനെ മൈതാനത്തിന്റെ അഗ്രഭാഗത്തെത്തിയപ്പോൾ തൻ്റെ മനോഹരമായ ഷോട്ട് എടുക്കാൻ വേണ്ടി ലയണൽ മെസ്സി തൻ്റെ ഇടതുകാൽ ഉയർത്തി ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൗർഭാഗ്യവശാൽ ബ്രസീലിൻ്റെ ഭാഗത്ത് പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ചില നമ്മുടെ വിദ്യാർത്ഥികൾ, മക്കൾ പഠിക്കുന്നത്. സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന നമ്മുടെ മക്കളോട് എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല കുട്ടികൾക്കും മറുപടിയില്ല. എല്ലാവരും പഠിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു, ഇങ്ങനെയാണ് പലരും പറയാറുള്ളത്. ഗോഡ് ഫാദർ എന്ന സിനിമയിൽ സ്വാമിനാഥൻ എന്ന കഥാപാത്രം മായൻകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്തിനാ പഠിക്കുന്നത്? അതായത് പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അവിടെ എത്തിയിരിക്കും. ലക്ഷ്യബോധമില്ലാതെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവാക്കുന്നത് തീർത്തും വേസ്റ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മൈതാനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ചത്, പലരും പഠിക്കാൻ പോകുമ്പോൾ ഒരു ഗോൾ പോസ്റ്റ് ഇല്ലാതെ പഠിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കുന്നവനും ലക്ഷ്യബോധം ഉണ്ടാവണം, എവിടെ എത്തണം. അവന് മുമ്പിൽ ഫുട്ബോൾ മത്സരത്തിലെ ഗോൾ പോസ്റ്റ് പോലെ അവന് മുമ്പിൽ ഒരു പോസ്റ്റ് ഉണ്ടാവണം. ഞാൻ പഠിക്കുന്നത് ഇന്ന സ്ഥലത്തെത്താനാണ്, എനിക്ക് അവിടെ എത്തണം എന്ന ആഗ്രഹം നമ്മുടെ കുട്ടികളിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർത്തും നമുക്ക് പറയാൻ കഴിയും വിദ്യാഭ്യാസം മനോഹരമായ, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണെന്ന്.